എന്നാൽ നല്ല മടിച്ചിയായിരുന്നു. സ്വന്തം വീട്ടിൽ ആഹാരം പോലും ഉണ്ടാക്കില്ല, സ്വന്തം തുണി പോലും കഴുകിയിടത്തില്ല. അവളുടെ അച്ഛനും അമ്മയും അവളുടെ ഈ മടി മാറ്റാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി. ഒന്നും സഫലമായില്ല. അവളുടെ അമ്മ ഒരു ദിവസം അച്ഛനോട് പറഞ്ഞു, റാണിയുടെ ഈ മടി ദിവസം കൂടുന്തോറും കൂടുക. നമ്മള് കരുതിയത് വലുതാവുമ്പോ അവളുടെ ഈ മടിയൊക്കെ മാറുമെന്നല്ലേ, പക്ഷെ ഇവളുടെ മടി ഓരോ ദിവസം കഴിയുമ്പോ കൂടുക. അവൾ ഇപ്പോഴും കുഞ്ഞല്ലേ, കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരൊക്കെ ആവുമ്പോ അവളുടെ മടി താനേ കുറഞ്ഞോളും. ഈ കാര്യം നിങ്ങൾ ശരിയാ പറഞ്ഞ. നിങ്ങളോട് പറയാതിരുന്ന കാര്യം ഇപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞത്. നീ എന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇവളുടെ കല്യാണം നടത്തിവിടാം, അല്ലെങ്കിൽ ഇവളുടെ മടി മാറില്ല. മടി കൂടിക്കഴിഞ്ഞാൽ ആര് കല്യാണം കഴിക്കാനാ? ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾ മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കും. ഇവൾക്കാണെങ്കിൽ സ്വന്തമായിട്ട് മേക്കപ്പ് ഇടാൻ പോലും മടിയാ. നീ പറഞ്ഞത് ശരിയാ. ഞാൻ ഇന്ന് തന്നെ പണ്ഡിറ്റ്ജിയെ പോയി കാണാം. എന്നിട്ട് നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ റാണിയുടെ കല്യാണം നടത്താം. അതിനുശേഷം അവളുടെ മടിയൊക്കെ മാറിക്കോളും. റാണിയുടെ അച്ഛൻ ജോത്സ്യനോട് റാണിയുടെ കല്യാണത്തിനെ കുറിച്ച് പറഞ്ഞു. ജോത്സ്യനാണെങ്കിൽ കല്യാണം കഴിപ്പിക്കാൻ റെഡി. അങ്ങനെ ജോത്സ്യൻ ഒരു ദിവസം ഒരു പയ്യന്റെ വീട്ടുകാരുമായിട്ട് റാണിയുടെ വീട്ടിലേക്ക് പെണ്ണ് കാണാൻ വന്നു. ഇതാണ് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും. ഇതാണ് പയ്യൻ. ഇവന്റെ പേര് സംഗീത് എന്നാണ്. സംഗീത് വളരെ നല്ലൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. നിങ്ങളുടെ മകളുടെ ഫോട്ടോ കാണിച്ചപ്പോൾ തന്നെ സംഗീതിന് മോളെ വളരെ ഇഷ്ടമായി. പണ്ഡിറ്റ്ജി, മോളെ ഇഷ്ടപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്കും നിങ്ങളുടെ സ്വഭാവം ഇഷ്ടമായി. അല്ല, നിങ്ങളുടെ മോള് വളരെ നാണമുള്ളവളാണോ? ഈ ബന്ധത്തിൽ ഞങ്ങൾക്ക് വളരെ താല്പര്യമുണ്ട്. റാണിയുടെ കുടുംബത്തിന് ഒരുപാട് സന്തോഷമായി. അങ്ങനെ രണ്ടുപേരുടെ ബന്ധം ഉറപ്പിച്ചു. അങ്ങനെ സമീർ റാണീനെ വിവാഹം ചെയ്തു. മോളെ, നീ വീട്ടിൽ നിന്ന് പോവുക. നാട്ടുകാരെ കാണിക്കാനെങ്കിലും ഇച്ചിരി ഒന്ന് കരഞ്ഞൂടെ നിനക്ക്? അമ്മയ്ക്ക് അറിയാലോ കരയാൻ എന്ത് കഷ്ടപ്പാടാ. ഞാൻ എന്തിനാ കരയണേ? കല്യാണം കഴിക്കണ്ടായിരുന്നെങ്കിൽ അമ്മോട് പറയത്തില്ലായിരുന്നോ? കല്യാണം കഴിച്ചിട്ട് പിന്നെ എന്തിനാ ഇങ്ങനെ കരയണത്? നോക്ക് റാണി, പറയണത് കേക്ക്. നാട്ടുകാരെന്തു വിചാരിക്കും? ഒന്ന് കര നീ. അമ്മ അങ്ങനെ പറഞ്ഞപ്പോ തന്നെ റാണി ഒച്ചയില് കരയാൻ തുടങ്ങി. അമ്മ, എന്നെ ഇവിടെ നിർത്താൻ, എനിക്ക് കല്യാണം കഴിച്ച് വീട്ടിലേക്ക് പോവണ്ട. എന്തിനാ എന്നെ അങ്ങോട്ടേക്ക് അയക്കണേ? ഞാൻ ചത്തുപോവും അവിടെ. എന്ത് ദുഷ്ടതരം ഇത്! സ്വന്തം മോളെ വീട്ടിൽ വെക്കാൻ പറ്റാത്തോണ്ടല്ലേ പറഞ്ഞു വിടുന്നത്? എനിക്ക് അവിടെ പോവണ്ട അമ്മ. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിച്ചാ മതി. അവളുടെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി ഓവർ ആക്ടിംഗ് ആണെന്ന്. അങ്ങനെ അമ്മ നിർബന്ധിച്ച് അവളെ കാറിൽ കയറ്റിയിരുത്തി. അങ്ങനെ ഭർത്താവിന്റെ വീട്ടിലെത്തി. കല്യാണം കഴിഞ്ഞത് അവളുടെ ആദ്യത്തെ ദിവസമായിരുന്നു. റാണി മോളെ, ഇത് നിന്റെ ആദ്യത്തെ ദിവസം. ഇവിടെ നിനക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിക്കോ. പെട്ടെന്നുണ്ടാക്കിയാൽ എനിക്ക് ചടങ്ങൊക്കെ അവസാനിപ്പിക്കാം. അയ്യോ, ഞാൻ എന്ത് ചെയ്യും? ഇവിടെ എനിക്ക് അടവറക്കാൻ പറ്റത്തില്ലല്ലോ. വീട്ടിലാണെങ്കിൽ ഞാനൊരു ഗ്ലാസ് ചായ പോലും ഉണ്ടാക്കൂല. ഇവിടെ വന്നപ്പോ ഞാൻ ഇനി ഭക്ഷണം ഉണ്ടാക്കണം ഇത്രയും പേർക്ക്. എന്താ മോള് ആലോചിക്കുന്നത്? അമ്മ ഇങ്ങനെ ആലോചിക്കുക, എന്താ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരണ്ടേന്ന്. നിങ്ങൾ തന്നെ പറ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? ആലു പനീർ, ഗോബി മസാല, ഗോബി മഞ്ചൂരിയൻ, ആലു മട്ടർ പനീർ ടിക്ക, ഷാഹി പനീർ, ഗാജർ കാ ഹൽവ, സൂജി കാ ഹൽവ. അതോ പായസം മതിയോ? ഇത്രയും ഓപ്ഷൻസ് കേട്ടപ്പോ അമ്മായി ഞെട്ടി. എന്താ മോളെ ഇത്? നിനക്ക് ഇത്രയൊക്കെ പാചകം ചെയ്യാറിയോ? ഇത്രയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ കുടുംബത്തിലാകെ 4 പേരേ ഉള്ളൂ. നിനക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കിക്കോ. റാണി വളരെ ബുദ്ധിമുട്ടിയാണ് പാചകം ചെയ്യാൻ റെഡിയായത്. സ്വന്തമായി മോട്ടിവേറ്റായി നേരെ അടുക്കളയിൽ പോയി പാചകം ചെയ്യാൻ. അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കേണ്ടതൊക്കെ അവൾ ഉണ്ടാക്കി ഡൈനിങ് ടേബിളിന് മേളിൽ വെച്ചു. റാണി, നീ എല്ലാ റെക്കോർഡും തകർത്തല്ലോ. ഇത്ര പെട്ടെന്ന് ഇത്രയും ആഹാരം ഉണ്ടാക്കിയോ? ആഹാരം ഉണ്ടാക്കാൻ ഇത്രയും സമയം പോരെ? എല്ലാവരും അവരവരുടെ പ്ലേറ്റ് എടുക്കുക, ഞാൻ വിളമ്പിത്തരാം. റാണി എല്ലാവരുടെ പ്ലേറ്റില് ഒരു തവി ചോറും ഒരു തവി ആലു മട്ടറും ഇട്ടുകൊടുത്തു. അമ്മ, ഇവള് 2 കൂട്ടം കറികൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. മോനെ, എനിക്ക് തോന്നുന്നത് മോൾ ഇത്രേ ഉണ്ടാക്കിയിട്ടുള്ളെന്നാ. അവളുണ്ടാക്കിയത് നല്ലതാണോ നോക്കാൻ വേണ്ടി കുറവുണ്ടാക്കിയതായിരിക്കും. വൈകുന്നേരം ഉണ്ടാക്കുമായിരിക്കും കൂടുതൽ. പാചകം നന്നായില്ലെങ്കിൽ പിന്നെ വേസ്റ്റ് ആവൂലേ ഫുഡൊക്കെ. അതുകൊണ്ടായിരിക്കും ഇച്ചിരി ഉണ്ടാക്കിയത്. എനിക്കങ്ങനെയാ തോന്നുന്നത്. കൊള്ളാം അമ്മേ, അമ്മ ദിവസം ചെല്ലുന്തോറും ഇന്റലിജന്റ് ആവുകയാണല്ലോ. അതെ, നിങ്ങളെന്താ അങ്ങോട്ടിങ്ങോട്ടും ഈ സംസാരിക്കുന്നത്? ആഹാരം കഴിക്കുന്നേ, കഴിച്ചാലല്ലേ പറയാൻ പറ്റൂ സ്വാദുണ്ടോ ഇല്ലെന്ന്. സംസാരമൊക്കെ പിന്നെ ആവാം. എല്ലാവരും ആ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അവളെ നന്നായി പ്രശംസിക്കുകയും ചെയ്തു. മോളെ, നീ ഉണ്ടാക്കിയ ആഹാരത്തിന് 100-ൽ 100 മാർക്കാ. ഈ ടെസ്റ്റിൽ നീ പാസ്സായി കഴിഞ്ഞു.
രാത്രി എല്ലാവർക്കും ഈ ഭക്ഷണം തന്നെ ഉണ്ടാക്കിയാൽ മതി. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നീ എന്തുണ്ടാക്കിയാലും നല്ലതേ ഉണ്ടാക്കൂ. രാത്രി നിനക്ക് തോന്നുന്നത് നീ ഉണ്ടാക്കിക്കോ കേട്ടോ. ശരി അമ്മായി. റാണി മുറിയിലിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ആൾക്കാർ മടിയന്മാരാന്ന്. അല്ലേ ഞാൻ കുറച്ച് ചോറല്ലേ കൊടുത്തുള്ളൂ, അവരൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്കെന്തായാലും നന്നായി. രാത്രിയിലത്തെ ഭക്ഷണവും 2 സ്പൂൺ മതി. ഇത്ര ആഹാരം ഞാൻ ഉണ്ടാക്കുന്നുണ്ടത് വലിയ കാര്യം തന്നെയാ. ഒന്ന് വിശ്രമിക്കാം. രാത്രിയിലെ ഭക്ഷണം ഉണ്ടാക്കാൻ കുറച്ച് ആരോഗ്യമൊക്കെ വേണ്ടേ. റാണി രാത്രിയിലെ ഭക്ഷണവും കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. എന്താ മോളെ, രാവിലെ ഭക്ഷണം ഞങ്ങൾ ടേസ്റ്റ് ചെയ്തല്ലേ, പിന്നെന്താ കുറച്ചേ ഉണ്ടാക്കിയുള്ളോ ഇത്? അതെന്തു പറ്റി? കൂടുതലുണ്ടാക്കിയോ ഞാൻ? എന്റെ പൊന്നു റാണി, 2 തവി ചോറ് കൊണ്ട് എന്താവാനാ? അമ്മായി, ഇത്ര ഉണ്ടാക്കിയപ്പോ തന്നെ എനിക്ക് വയ്യാണ്ടായി. ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, ഞാൻ പിന്നീട് കഴിച്ചോളാവേ. ഇത്രയും പറഞ്ഞ് റാണി റെസ്റ്റ് എടുക്കാൻ പോയി. അമ്മ ഇവൾ 1 നമ്പർ മടിച്ചിയാണ്. ഞാനെന്തായാലും അമ്മാവനോട് സംസാരിക്കാം. വേണ്ട മോനെ, കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പെണ്ണു വന്നാ പിന്നെ ഭർത്താവിന്റെ വീട്ടുകാരുടെ ചുമതലയാണിതെല്ലാം. ഭാര്യ വീട്ടിൽ പോയി ഭാര്യനെക്കുറിച്ച് കുറ്റം പറയുന്നത് അത്ര നല്ല കാര്യമല്ല. ഞാൻ ആഹാരം ഉണ്ടാക്കിക്കോളാം. പതിയെ പതിയെ അവളെയും പഠിപ്പിച്ചെടുത്തോളാം. ശരി അമ്മേ, അമ്മ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ഒരുപാട് ദിവസം കഴിഞ്ഞിട്ട് റാണിയുടെ മടി മാറിയിട്ടില്ല. വീട്ടിലെ ആഹാരം അമ്മായിയമ്മ തന്നെ ഉണ്ടാക്കണം. ഒരു ദിവസം ഒറ്റയ്ക്കിരുന്ന് അമ്മായി ആഹാരം ഉണ്ടാക്കുകയായിരുന്നു. അമ്മായി അച്ഛനും സമീറും വീട്ടിലില്ലായിരുന്നു. പെട്ടെന്ന് ഗ്യാസിൽ തീ പിടിച്ചു. അമ്മായി പുറത്തേക്ക് വന്നെങ്കിലും ഭയങ്കരമായി അവിടെ തീ കത്താൻ തുടങ്ങി. റാണി ധൈര്യത്തോടെ വന്ന് ഒരു കമ്പിളിപ്പുതപ്പെടുത്ത് അതിന്റെ മുകളിലേക്ക് അങ്ങിട്ടു. മോളെ, നീ കൊള്ളാലോ മോളെ. ആദ്യമായിട്ടാ നീ മടിയില്ലാതൊരു കാര്യം ചെയ്തത്. ഞാനും. രാത്രി വീട്ടിലെല്ലാരും എത്തിക്കഴിഞ്ഞപ്പോ അമ്മായി അവളുടെ കാര്യം പറഞ്ഞു എല്ലാരോടും. റാണി അപ്പോഴേക്കും ഒരുപാട് ആഹാരം ഉണ്ടാക്കിക്കൊണ്ടുവന്നു. മോളെ, ഇത് വല്ലാത്തൊരു അത്ഭുതമാണല്ലോ. അമ്മായി, തീ കത്തിയത് കൊണ്ട് എന്റെ മടിയൊക്കെ അങ്ങ് മാറിക്കിട്ടി. ആളുകൾ പറയുന്നത് ശരിയാ, സംഭവിക്കുന്നതെല്ലാം നല്ലതിനെന്ന്. അങ്ങനെ റാണിയുടെ മടി സ്വഭാവം അങ്ങനെ അങ്ങ് പോയി കിട്ടി. എല്ലാരും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. രീതി, നീതി, പ്രീതി എവിടെയാണ്? വാ, ഭക്ഷണം കഴിക്കേ. ഇപ്പൊ വരാം അമ്മേ. വന്ദനയുടെ സൗണ്ട് കേട്ടതും അവരുടെ 3 മക്കളും കൂടി റീതു, നീതു, പ്രീതി വീട്ടിലേക്ക് വരുന്നു. റീതു എപ്പോഴും നടുക്കാണ് നടന്നിരുന്നത്. റീതു, നീതു അവളുടെ തോളത്ത് കൈ പിടിച്ചാണ് നടന്നിരുന്നത്. എന്തെന്നാൽ നീതുവിനും പ്രീതുവിനും കണ്ണു കാണില്ലായിരുന്നു. പക്ഷെ റീതുവിന് കണ്ണു കാണാം. പക്ഷെ അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്. അവൾ വടികുത്തിയാണ് നടന്നിരുന്നത്. നീതിയും പ്രീതിയും പ്രീതിയെ സഹായിച്ചിരുന്നു. എത്ര തവണ മോനെ പറഞ്ഞു ദൂരേക്കൊന്നും പോവല്ലേ എന്ന്. രീതി ചേച്ചി ഉണ്ടായിരുന്നല്ലോ കൂടെ. അരേ, എത്ര നാള് നിങ്ങൾ 3 പേര് ഒരുമിച്ചിരിക്കാൻ പറ്റും? 3 പേരും കല്യാണം കഴിച്ച് 3 വീട്ടിലേക്ക് പോവേണ്ടവരല്ലേ? അങ്ങനെയെങ്കിൽ ഞങ്ങൾ കല്യാണമേ കഴിക്കില്ലമ്മേ. രീതി ചേച്ചിയുടെ തോളത്ത് പിടിച്ച് ഞങ്ങൾ ഇങ്ങനെ നടന്നോളാം. വന്ദനയ്ക്ക് ഒരു മകനുമില്ലായിരുന്നു. 3 പെൺമക്കളാണ്, അതും വയ്യാത്തവർ. വന്ദനയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. വന്ദനയുടെ ഭർത്താവ് ശ്യാം ഒരു കർഷകനാണ്. അയാൾ വളരെ കഷ്ടപ്പെട്ട് ആ കുടുംബത്തെ പോറ്റിക്കൊണ്ടു പോന്നു. അങ്ങനെ ഒരു ദിവസം, റീതി എവിടെയാണ്? അമ്മേ, ഞാൻ റൊട്ടി ഉണ്ടാക്കുന്നു. അയ്യോ, നീ എല്ലാ ദിവസവും നീയല്ലേ ജോലി ചെയ്യുന്നേ? അവരെ എന്തെങ്കിലും പഠിപ്പിക്കേ. അമ്മേ, ഞാനിവിടെ ഉണ്ടല്ലോ. അതുമല്ല, അവരെങ്ങനെ ചെയ്യാനാ? അതല്ല മോളെ, നീ കല്യാണം കഴിച്ചു പോയാലും അവരെയും വേറെ വീട്ടിലേക്ക് വിടേണ്ടതല്ലേ? അപ്പൊ എങ്ങനെ ശരിയാകും? അന്തകളും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ മോളെ? നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വേലക്കാരും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ മോളെ. പക്ഷെ അമ്മ, അവരെങ്ങനെ ചെയ്യാനാ? അമ്മ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഏതാണ് പഞ്ചസാര, ഏതാണ് ഉപ്പെന്നൊക്കെ എങ്ങനെ മനസ്സിലാക്കും? അതിലേതാണ് മുള്ളങ്കി, ഏതാണ് ക്യാരറ്റ് എങ്ങനെ മനസ്സിലാക്കും? അതുകൊണ്ടാ ഞാൻ പറയുന്നത്, എന്റെ കല്യാണമേ കഴിപ്പിക്കണ്ട. ഞാൻ പൈസ ഉണ്ടാക്കാം, ഞാൻ എല്ലാവരെയും നോക്കിക്കോളാം. പ്രീതിയുടെ സംസാരം കേട്ട് വന്ദനയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു. ഈ കാര്യം നീതിയും പ്രീതിയും കേട്ടു. അവരത് കേട്ട് വീണ്ടും കരയാൻ തുടങ്ങി. അതേ വൈകുന്നേരം, അമ്മേ, അച്ഛ, ഞാൻ ആലോചിച്ചു. ഞങ്ങൾ 3 പേരും കല്യാണം കഴിക്കില്ല അമ്മേ. അല്ലെങ്കിൽ ഞങ്ങൾ 3 പേരെയും ഒരേ വീട്ടിൽ കെട്ടിക്കണം. വേറെ ഞങ്ങൾക്കൊന്നും വേണ്ട. പണക്കാരുടെ വീടോ പൈസയോ ഒന്നും വേണ്ട. ഞങ്ങളെ പിരിക്കുക മാത്രം ചെയ്യല്ലേ അച്ഛ. ഞാനില്ലാതെ ഇവരില്ലാതെ ഞാനും ജീവിക്കില്ല. രീതിയുടെ ഈ വാക്കുകൾ ശ്യാമിനും നന്ദനും മനസ്സിലായി. ശ്യാം ഒരു ദിവസം ഓടി വീട്ടിലേക്ക് വന്നു. നീ അറിഞ്ഞോ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണ്, പറയൂ. ആ കിഷൻപൂരില്ലേ, അവിടെയാണ് കിഷോറി ലാലിയുടെ കുടുംബമുള്ളത്. അവർക്ക് 3 ആൺമക്കളാ. ആരും വിവാഹം കഴിച്ചിട്ടില്ല. നമ്മുടെ മക്കളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിലും വലിയൊരു ഭാഗ്യം വരാനില്ല. അവര് 3 പേരുമാണ് നമ്മുടെ മക്കളെ വിവാഹം കഴിക്കുന്നതെങ്കിൽ നമ്മുടെ മക്കളെല്ലാം ഒരുമിച്ച് താമസിച്ചോളും. പക്ഷെ അവർക്ക് നമ്മളുടെ കൂടെ ഒരു ബന്ധത്തിന് താല്പര്യമുണ്ടോ? എനിക്ക് പറയാനുള്ള ഇതാണ്.
ഇത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ആ 3 പേർക്കും ചെറിയൊരു ജോലിയുമുണ്ട്. എന്തായാലും ഒന്ന് സംസാരിച്ചു നോക്കാം. അങ്ങനെയാണോ? എന്നാ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. അങ്ങനെ അടുത്ത ദിവസം ശ്യാമ കിഷോരിലാലിന്റെ വീട്ടിൽ വന്നു. മക്കളുടെ വിവാഹകാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. കിഷോരിലാലും കല്യാണത്തിന് സമ്മതിച്ചു. അന്ന് വൈകുന്നേരം അവർ കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങി. 3 പേർക്കും വളരെ സന്തോഷമായി. കല്യാണത്തിനുള്ള ദിവസവും വന്നു. പക്ഷെ അതിനു മുന്നേ അതെ സ്വാമി, ഒരു നിമിഷം. ഇങ്ങനെ തിരക്ക് പിടിക്കല്ലേ. പിന്നെ ശ്യാംജി, ഒരു കാര്യം, ഈ സ്ത്രീധനത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അങ്ങനെ പ്രത്യേകിച്ച് സ്ത്രീധനം എനിക്കുള്ളതല്ല, ഇവർക്കുള്ളതല്ലേ. പിന്നെ അതിനെക്കുറിച്ചൊക്കെ നമുക്കിപ്പോൾ സംസാരിക്കണോ? അങ്ങനല്ല. ഞാൻ ചോദിക്കുന്നത് എനിക്ക് വേണ്ടിയല്ലല്ലോ. താങ്കളുടെ മക്കൾക്ക് കൊടുക്കേണ്ടതല്ലേ. ഭാവിയിൽ ഇവർക്ക് കുട്ടികളുണ്ടാകുമ്പോൾ അവര് വെറുതെ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കുടിച്ച് ജീവിച്ചാൽ മതിയോ? നിങ്ങളൊരു കാര്യം ചെയ്യൂ. അതുപോലൊരു കാറ് കൊടുത്താൽ മതി. നിങ്ങൾ ആൾക്കാരുമായി വന്ന കാറ് മതി, വേറെ ഒന്നും ആവശ്യമില്ല. അതിപ്പോ ആ കാറിന് വളരെയധികം വിലയുള്ളതാണ്. ഞാൻ എങ്ങനെ അത് വാങ്ങിത്തരും? എന്താ പിന്നെ നിങ്ങൾ ഇത് തന്നെ സംസാരിക്കുന്നേ? നമ്മള് ഒരു കുടുംബമായിട്ട് ജീവിക്കേണ്ടതല്ലേ ഇനിയും. എന്നാ ശരി, 1 മാസം എടുത്തോളൂ, അതിനുള്ളിൽ വാങ്ങിത്തന്നാ മതി. അതിന് സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മക്കളുമായി തിരിച്ചു പോയിക്കോളൂ. എന്താണ് കിഷോറിലാൽ ഇങ്ങനെ പറയുന്നേ? നിങ്ങൾ ഇവിടെ കല്യാണം നടത്തുവാണോ അതോ കച്ചവടം നടത്തുവാണോ ചെയ്യുന്നേ? ഗ്രാമമുഖ്യ, നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വിഷമമുണ്ടെങ്കിൽ വികലാംഗരും അന്ധരുമായിട്ടുള്ള പെൺകുട്ടികളെ നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയിക്കോ മരുമക്കളായിട്ട്. എന്താ ഇത്? എനിക്കൊരു മോനേ ഉള്ളൂ. 3 പേരുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇവരുടെ കല്യാണം നടത്തിയേനെ. പിന്നെ നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് തന്നെ ചെരുപ്പ് കൊണ്ട് തല്ലി ഓടിച്ചേനെ. അല്ല പിന്നെ. നിങ്ങൾ നടത്ത, ഞാൻ വരാം നിങ്ങളുടെ വീട്ടിലേക്ക്. മുടന്തരും അന്ധരുമായിട്ടുള്ളവരെ കാണാൻ. സ്ത്രീധനമില്ലാതെ കല്യാണം നടത്താൻ വന്നിരിക്കുന്നു. ഞാനൊന്ന് കാണട്ടെ നടത്തുന്നത്. വിമൽ മോനെ, ഇവിടെ വാ. അല്ലയോ ശ്യാമേ, പറയൂ. എൻ്റെ മകനുമായിട്ട് താങ്കളുടെ ഏത് മകളെയാണ് വിവാഹം കഴിപ്പിക്കേണ്ടത്? പറയൂ. മുഖ്യരെ, നിങ്ങളുടെ വലിയ മനസ്സിന് ഒത്തിരി നന്ദിയുണ്ട്. ഞങ്ങൾക്ക് പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. എന്റെ പെങ്ങൾ എന്നെ ആശ്രയിച്ചാണുള്ളത്. അല്ലെങ്കിൽ ഞങ്ങൾ 3 പേരും ഒരേ വീട്ടിലേക്ക് പോകണം. വിവാഹം നടത്തണം മോളെ, അതും ഈ കിഷോറിലാലിന്റെ മുമ്പിൽ വെച്ച് തന്നെ. ശ്യാമേ, എനിക്കൊരു മകനേ ഉള്ളൂ. താങ്കൾക്ക് ബുദ്ധിമുട്ടാകും, എന്നാലും 4 ആൺമക്കളില്ല. ഒരു കാര്യം ചെയ്താലോ, താങ്കളുടെ 3 പെൺമക്കളെയും എൻ്റെ മകൻ വിമലിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം. പറയൂ, താങ്കൾക്ക് സമ്മതമോ? മുഖ്യന്റെ വാക്ക് കേട്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. പക്ഷെ റീതിയുടെ തോളിൽ പിടിച്ച് നീതി പ്രീതി രീതി മുഖ്യന്റെ കാൽപാദം തൊട്ടു വണങ്ങി. അങ്ങനെ 3 സഹോദരിമാരും എന്നേക്കുമായി ഒരുമിച്ചു. അങ്ങനെ ആ 3 പേരും അഗ്നിയെ സാക്ഷി നിർത്തി ഒരു മനുഷ്യനെ തന്നെ കല്യാണവും കഴിച്ചു. അങ്ങനെ ആ ചെറുക്കൻ ആ 3 സഹോദരിമാരുടെയും ഭർത്താവായി. അങ്ങനെ കിഷോരിലാൽ തന്റെ 3 ആൺമക്കളെയും കൂട്ടി നാണം കെട്ട് തല താഴ്ത്തി ഒന്നുമില്ലാതെ തിരിച്ചുപോയി. Thanks for watching.